ചെറിയ പെരുന്നാളാണ്, പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ്. പക്ഷേ പശ്ചിമേഷ്യയിൽ അത്ര വലിയ ആഘോഷമൊന്നുമില്ല. പെരുന്നാൾ ദിനത്തിലും യുദ്ധഭീതി ഒഴിയുന്നില്ല ഗൾഫ് രാജ്യങ്ങളിൽ. സൗദിയുടെ കിഴക്കൻ മേഖലയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നൊരു വിവരം വരുന്നു. 10 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിലും മിസൈൽ ആക്രമണമുണ്ടായി. ലെബനിലേതും ഇറാനിലെയും ഹിസ്ബുള്ള ശൃംഖലയ്ക്കായി പ്രവർത്തിച്ച 5 പേർ UAE-യിൽ അറസ്റ്റിലായി എന്ന് വിവരം വരുന്നു. എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് രഞ്ജിത്ത്, ചെറിയ പെരുന്നാൾ ആശംസകൾ. പ്രവാസ ലോകത്തുള്ള നമ്മളുടെ മുഴുവൻ പ്രവാസികളായ സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. പക്ഷേ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷമൊന്നും അതേപടിയിൽ ആഘോഷിക്കാൻ പല ഗൾഫ് രാജ്യങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ വാർത്ത തന്നെയാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായും പശ്ചിമേഷ്യയിലെ യുദ്ധസംഘർഷത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചത്? ആശങ്ക ഇപ്പോഴും പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല അല്ലേ രഞ്ജിത്ത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചെറിയ പെരുന്നാളിനെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് പ്രവാസികൾ. ഇപ്പോ ഇവിടുത്തെ പള്ളികളിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നും ഈ വിവിധ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. ഇതിൽ UAE-ക്ക് നേരെ ആണ് ഇന്ന് പുലർച്ചെ ആക്രമണ ശ്രമം ഉണ്ടായത്. ആ സമയത്ത് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ, ഇവിടുത്തെ താമസക്കാർക്കൊക്കെ മൊബൈലിലേക്ക് അലർട്ട് നൽകിയിരുന്നു. നിങ്ങൾ വീടുകളിൽ സുരക്ഷിതരായിരിക്കണം, ജനലുകൾ അടച്ച് വീടിനുള്ളിൽ തന്നെ ഇരിക്കണം എന്ന അലർട്ട് നൽകിയിരുന്നു. എന്നാൽ ഏകദേശം അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോകാം എന്നത് സംബന്ധിച്ച ഒരു അറിയിപ്പും വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സുരക്ഷിതമാണ്, ഇപ്പോൾ പുറത്തു പോകുന്നതിന് തടസ്സമില്ല, പള്ളികളിലേക്ക് പോകുന്നതിന് തടസ്സമില്ല, പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിനൊന്നും തടസ്സമില്ല എന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു ആക്രമണം ഉണ്ടായത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയെ കിഴക്കൻ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ഇന്നും ഇറാന്റെ ഡ്രോണുകൾ എത്തിയത്. പക്ഷേ ഈ ആക്രമണത്തെ അതിശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 6 ഡ്രോണുകൾ തകർത്തു എന്ന് പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ്. ബഹ്റിനിലും ഇന്ന് പുലർച്ചെ സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. അതായത് ബഹ്റിനെ ലക്ഷ്യമിട്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നതിന്റെ കൃത്യമായ സൂചനകളുടെ ഭാഗമായാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും ഈ ചെറിയ പെരുന്നാളിനെ, ഈ ഒരു സംഘർഷങ്ങൾക്കിടയിലും ചെറിയ പെരുന്നാളിനെ വലിയ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് പ്രവാസ ലോകം എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഓക്കെ, താങ്ക് യു രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.